നമസ്കാരം. മൂലമറ്റത്ത് കുപ്രസിദ്ധ ഗുണ്ട സാജൻ സാമുവലിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊലയാളികൾ ഉപയോഗിച്ച പ്രധാന ആയുധമായിട്ടുള്ള വാക്കത്തി കണ്ടെത്തിയത് പോലീസിന്റെ നിർണായക നീക്കത്തിലാണ്. കനാലിൽ നിന്നാണ് ഈ വാക്കത്തി കണ്ടെടുക്കുന്നത്. സാജന്റെ കൈ വെട്ടിയെടുത്ത ശേഷം വാക്കത്തി കനാലിലേക്ക് വലിച്ചെറിഞ്ഞതായി പ്രതി അശ്വിൻ കണ്ണൻ പറഞ്ഞിരുന്നു. തുടർന്ന് കാന്തം കനാലിൽ തിരിഞ്ഞു. കാഞ്ഞാർ SHO KS ശ്യാംകുമാർ മൂലമറ്റം ഫയർഫോഴ്സിന്റെയും KSE ബോർഡിന്റെയും സഹായത്തോടുകൂടി കനാലിലെ വെള്ളം ചെറിയ തോതിൽ കുറച്ചു. ഫയർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ TK അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ പോലീസിനൊപ്പം 9 അംഗ സംഘമാണ് കനാലിൽ തെരച്ചിൽ നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 10:30 തെരച്ചിൽ തുടങ്ങിയത്. 12 മണിയോടെ വാക്കത്തി കണ്ടെടുത്തു. അതിക്രൂരമായിട്ടാണ് ഗുണ്ട നേതാവ് സാജനെ കൊലപ്പെടുത്തിയത്. വായിൽ തുണി തിരുകിയ ശേഷം കമ്പി കൊണ്ട് തലയ്ക്കടിക്കുകയും പിന്നീട് കൈകൾ വെട്ടിയെടുക്കുകയും ചെയ്തു. ജനനേന്ദ്രിയം 2ആയി മുറിച്ചു. ഒരു വൃഷ്ണം മുറിച്ചു കളയുകയും ചെയ്തു. അടുത്തത് ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തു. അതിനുശേഷം സാജന്റെ ശരീരമാകെ വെട്ടി പരിക്കേൽപ്പിച്ചു. അറസ്റ്റിലായ പ്രതികളുമായി സാജൻ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. സാജൻ ജീവിച്ചിരുന്നാൽ തങ്ങളുടെ ജീവന ഭീഷണിയാണെന്ന പ്രതികൾ കരുതി. അതിക്രൂരമായിരുന്നു കൊല. പ്രതികളെല്ലാം നിരവധി കഞ്ചാവ് കേസുകളിലും മോഷണ കേസുകളിലും പ്രതിയാണ്. മൂലമറ്റം സ്വദേശികളായ പൊരിയത്ത് പറമ്പിൽ അഖിൽ രാജു, വട്ടമലയിൽ VJ രാഹുൽ, പുത്തംപുരയ്ക്കൽ അശ്വിൻ കണ്ണൻ, ആദുപ്പള്ളിയിൽ ഷാരോൺ ബേബി, അരിപ്ലാക്കൽ ഷിജു ജോൺസൺ, കാവനാൽ പുരയിടത്തിൽ പ്രിൻസ് രാജേഷ്, പുഴങ്കരയിൽ മനോജ് രമണൻ എന്നിവരെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത്. ആകെ 8 പ്രതികളാണ് കേസിലുള്ളത്. ഒരു പ്രതിയായ അറക്കളം സ്വദേശി വിഷ്ണു ജയൻ പിന്നീട് കീഴടങ്ങി. വിഷ്ണു ജയൻ കാപ്പ ചുമത്തപ്പെട്ട ആളുകൂടിയാണ്. പാല DYSPയുടെയും കാഞ്ഞാർ പോലീസിന്റെയും നേതൃത്വത്തിൽ മൂലമറ്റത്തും ഇരുമാപ്രായിലും പിടിയിലായ പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. എല്ലാവരും കുറ്റസമ്മതവും നടത്തിയതാണ്. കൊലക്കേസ് ഉൾപ്പെടെ അനവധി കേസുകളിൽ പ്രതിയായിരുന്നു സാജൻ. എരുമാപ്ര CSI പള്ളിയുടെ പെയിന്റിങ്ങിന് പോയതുമായി ബന്ധപ്പെട്ടാണ് സാജനും പ്രതികളും തമ്മിൽ പരിചയം ഉണ്ടാവുന്നത് തന്നെ. പെയിന്റിംഗ് പണിക്ക് ചെന്ന യുവാക്കൾക്ക് അവിടെ താമസിക്കാൻ ഷട്ടറിട്ട ഒരു മുറി വാടകയ്ക്ക് കൊടുത്തിരുന്നു. കൊല നടക്കുന്ന ദിവസവും സാജൻ വാക്കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് പ്രതി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ മേലുകാവ് എരുമാപ്രയിൽ കേസിലെ പ്രതികൾ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചാണ് ജനുവരി 29 സാജനെ പ്രതികൾ കൊല്ലുന്നത്. സാജനും പ്രതികളും തമ്മിൽ സൗഹൃദത്തിനൊപ്പം പലപ്പോഴും തർക്കങ്ങളും നിലനിന്നിരുന്നു. സംഭവ ദിവസവും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. വീട്ടിൽ വെച്ച് സംഭവ ദിവസം യുവാക്കളും സാജനുമായി വാക്കുതർക്കം ഉണ്ടാവുകയും സാജനെ വായിൽ തുണി തിരുകി കമ്പി വടിക്ക് തലക്കടിച്ച് കൊല്ലുകയും പായിൽ പൊതിഞ്ഞ് മുട്ടം സ്വദേശിയുടെ ഓട്ടോറിക്ഷയിൽ കയറ്റി മൂലമറ്റത്ത് തേക്കുംകൂപ്പിൽ ഉപേക്ഷിക്കുകയുമാണ് ചെയ്തത്. സാജൻ സാമുവലിന്റെ കൊലപാതക ശ്രമം അടക്കം നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയുമായിരുന്നു. മേലുകാവ് പോലീസ് 2022 കാപ്പ ചുമത്തി അറസ്റ്റും ചെയ്തു. 1 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇയാളുടെ പേരിൽ ക്രിമിനൽ കേസുകളുമുണ്ട്. മുട്ടം സ്വദേശിയുടെ ഓട്ടോയിൽ കയറ്റി മൂലമറ്റത്ത് തേക്കുംകൂപ്പിലെത്തിച്ചാണ് ഉപേക്ഷിക്കുന്നത്. വണ്ടി ഇടിച്ചു ചത്ത കാട്ടുപന്നി ഇറച്ചിയാണെന്നാണ് ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞത്. ഡ്രൈവർക്ക് പക്ഷേ സംശയം തോന്നി പോലീസിൽ അറിയിക്കുകയായിരുന്നു. രാത്രിയിൽ തന്നെ കാഞ്ഞാർ പോലീസ് മൂലമറ്റം തേക്കിൻകൂപ്പ് മുഴുവൻ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് കനാൽ വശത്ത് കുറ്റിക്കാടിൽ പായിൽ പൊതിഞ്ഞ നിലയിൽ കെട്ട് കണ്ടെത്തിയത്. സാജന്റെ ബന്ധുക്കളെ വരുത്തി പരിശോധിച്ചെങ്കിലും 2 ദിവസത്തെ പഴക്കം വന്നതുകൊണ്ട് തിരിച്ചറിയാൻ സാധിച്ചില്ല. 2018 മെയിൽ കോതമംഗലം മരിയ ബാറിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്ന് വലിയപാറ പാറപ്പുറത്ത് ബിനു ചാക്കോയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ പറയുന്ന സാജൻ. മുട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ബാറിൽ സാജന്റെ നേതൃത്വത്തിലുണ്ടായ കത്തിക്കുത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്കുമേറ്റിരുന്നു. 2022 ഫെബ്രുവരിയിൽ മുട്ടം ബാറിന് സമീപം വഴി തടസ്സപ്പെടുത്തി കാർ പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്ത നാട്ടുകാർക്കെതിരെ ഇയാൾ വെടിയുതിർത്തിരുന്നു. തുടർന്ന് നടന്നു നീങ്ങിയ നാട്ടുകാരനെ വാഹനം ഇടിക്കാനും ശ്രമിച്ച കേസുണ്ട്. കൊല്ലപ്പെട്ടത് ഒരു ഗുണ്ട തന്നെയാണ് എന്ന് പറയുമെങ്കിലും പക്ഷെ അയാളെ കൊല്ലപ്പെടുത്തിയത് വളരെ മൃഗീയമായിട്ട് തന്നെയാണ്. നന്ദി.